ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി മത്തായി സുവിശേഷം 8-ാം അധ്യായം 2-3 വാക്യങ്ങൾ വായിക്കുന്നു. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്നവനെ നമസ്കരിച്ചു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. അവൻ കൈനീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാക്കുക എന്ന് പറഞ്ഞു. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. കുഷ്ഠരോഗം സൗഖ്യമാക്കുവാൻ കഴിയാതിരുന്നൊരു കാലഘട്ടത്തിലാണ് യേശുക്രിസ്തു ഒരു കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കുന്നത്. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്നുള്ള പ്രസ്താവനയിൽ കുഷ്ഠരോഗി ദൈവഹിതത്തിന് കീഴ്പ്പെടുന്നതായി കാണാം. കുഷ്ഠരോഗം ഒരു പകർച്ചവ്യാധി ആയിരുന്നതിനാൽ ആരും അത്തരക്കാരെ സ്പർശിക്കുവാൻ ധൈര്യം കാട്ടാതിരുന്ന സമയത്ത് ദൈവഹിതത്തിന് കീഴ്പ്പെട്ട അവനെ എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് യേശു തൊട്ടു സൗഖ്യമാക്കുന്നു. സകലത്തിന്മേലും അധികാരമുള്ള യേശുവിന് രോഗസൗഖ്യം നൽകുവാനുള്ള അധികാരവും ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന വേദഭാഗമാണിത്. വേദപുസ്തകത്തിൽ യേശു തൊട്ടവർക്ക് ആശ്വാസവും ആരോഗ്യം ലഭിച്ച അനവധി ഉദാഹരണങ്ങൾ കാണുവാൻ കഴിയും. പത്രോസിന്റെ ഭവനത്തിൽ എത്തിയ യേശു അവന്റെ അമ്മാവിയമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ട് അവളുടെ കൈതൊട്ട് പനി അവളെ വിട്ടുമാറിയതായി നാം വായിക്കുന്നു. മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിൽ തന്നിൽ വിശ്വസിച്ച 2 കുരുടന്മാരെ അവരുടെ കണ്ണ് തൊട്ട് സൗഖ്യമാക്കുന്നു. മർക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിൽ ബധിരനും മൂകനുമായ മനുഷ്യനെ തൊട്ട് സൗഖ്യമാക്കുന്നു. തുടർന്ന് അവന്റെ ചെവി തുറക്കുകയും നാവിന്റെ കെട്ടഴിഞ്ഞിട്ട് ശരിയായി സംസാരിക്കുവാൻ ഇടവരികയും ചെയ്തു. ശിശുക്കളെ തന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നവരെ ശിഷ്യന്മാർ ശാസിച്ചുവെങ്കിലും യേശു ശിശുക്കളുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിക്കുന്നതായി മർക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. തന്റെ ശിഷ്യനിൽ ഒരുവൻ തന്നെ പിടിക്കുവാൻ വന്ന മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ വലതുകാത് അറുത്ത്, എന്നാൽ യേശു അവന്റെ കാത് തൊട്ട് സൗഖ്യമാക്കുന്നു. സുവിശേഷങ്ങൾ നാം വായിക്കുമ്പോൾ ഏത് വിഷയത്തിൽ അകപ്പെട്ടവരെയും യേശു തൊട്ടപ്പോൾ സൗഖ്യമായതായി നാം കാണുന്നു. അനേകരെ വിടുവിച്ച കർത്താവിന്റെ കരങ്ങൾ ആണികളാൽ ക്രൂശിൽ തറയ്ക്കപ്പെട്ടപ്പോൾ വിശ്വസിക്കുന്ന അനേകർക്ക് ഇന്നും ആശ്വാസവും വിടുതലും മാത്രമല്ല, പാപികളാ മനുഷ്യരുടെ നിത്യതയിലേക്കുള്ള വഴി കൂടിയാണ് യേശു എന്ന കാര്യം നാം മറ്റുള്ളവരെ കൂടി അറിയിക്കുവാനുള്ള ദൗത്യം ഏറ്റെടുക്കണം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. God bless us all.